ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ എല്ലാവരുടെയും സംശയമാണ്. നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും വയറിങ് പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്കൊരു മെയിൻ ബോക്സിലേക്ക്, അതായത് മെയിൻ വരുന്ന 18-ൻ്റെ ബോക്സ് ആണെങ്കിലും 12-ൻ്റെ ബോക്സ് ആണെങ്കിലും പവർ പ്ലഗ് ആണെങ്കിലും നമുക്ക് അവിടേക്ക് വരുന്ന സർക്യൂട്ടുകൾ എത്ര വയറുകളാണ്, ഏതൊക്കെ വയറുകളാണ് വലിക്കേണ്ടതെന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു 18 മോഡ്യൂളിൻ്റെ ബോക്സാണ്. ഇതിലേക്ക് വന്നിരിക്കുന്ന പൈപ്പുകൾ നോക്കുക. കാരണം 18 മോഡ്യൂൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സർക്യൂട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലീഡുകളും വരുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കയറി ഇറങ്ങി എക്സ്ട്രാ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 25 mm പൈപ്പ് തന്നിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഭിത്തിയോട് കൺസിഡർ ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മളുടെ പുട്ടി വർക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 18-ൻ്റെ ബോക്സ് ഈ രീതിയിൽ വെച്ചിരിക്കുന്നത്. പുട്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് ക്ലിയർ ചെയ്ത് പോകും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് സർക്യൂട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലൂടെ ഡി ബിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്ന സർക്യൂട്ടുകൾ ഏതൊക്കെയാണെന്നാണ് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടാണ് നമ്മൾ ആദ്യമേ ഒന്ന് കാണാം. ഈ വരുന്ന സർക്യൂട്ട് ഇതാണ് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്നിരിക്കുന്നത് പച്ച വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, പച്ച 1.5. നമ്മൾ വേറെ ഒന്നുമില്ല, അത് ഒരു സ്ഥലത്ത് ഇവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് ലൂപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അത് ലൂപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പച്ച പോയിട്ടുണ്ട്. എർത്ത് 1.5-ൻ്റെ വയർ, അതായത് കണ്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. 1.5 കണ്ട, അതിൻ്റെ കറക്റ്റായിട്ട് ഓരോ വയറുമേയും എല്ലാ വയറെടുത്താലും അതുമ്പോൾ കറക്റ്റായിട്ട് എത്ര സ്ക്വയർ എം എം ആണെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 1.5 സ്ക്വയർ എം എമ്മിൻ്റെ എർത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓരോ വയർ, അടുത്ത വയർ എടുക്കുക, എല്ലോ എടുത്തുള്ള സമയത്ത് അത് 2.5-ൻ്റെ ഫേസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വീഗാണ്ട് വയറാണ് കൊടുത്തിരിക്കുന്നത്. 2.5-ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. 2.5-ൻ്റെ ഫേസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 2.5-ൻ്റെ ബ്ലാക്ക് ഉണ്ട്. 2.5-ൻ്റെ ബ്ലാക്ക് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂട്രായിട്ട് കൊടുത്തിരിക്കുന്നത് 2.5-ൻ്റെ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എർത്ത് കഴിഞ്ഞു, ഫേസ് കഴിഞ്ഞു, ന്യൂട്രൽ കഴിഞ്ഞു. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ട് 1.5 കണ്ടോ. ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഡി ബിയിൽ നിന്നല്ല, ഈ വരുന്ന സർക്യൂട്ട് കംപ്ലീറ്റ് വരുന്ന ഡി ബിയിൽ നിന്നാണ്. ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് 1.5-ൻ്റെ മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ 1.5-ൻ്റെ റെഡ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഇവിടെ ഓൾറെഡി വയർ കളർ കോഡിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിലും നമുക്ക് ആ നീല വയറാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. നീല വയർ ഇല്ലാത്തതുകൊണ്ട്, നീല വയർ നമ്മൾ തീർന്നു പോയതുകൊണ്ട് നീല ടേപ്പ് നമ്മൾ അവിടേക്ക് കൊടുക്കുന്നു. അവിടെ കളർ കോഡിങ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ആർക്ക് വേണമെങ്കിലും വന്നാൽ തന്നെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കംപ്ലൈൻറ്റ് കാര്യങ്ങളോ സ്വിച്ച് പിടിപ്പിക്കാനൊക്കെ സിമ്പിളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ റെഡ് വയർ നമ്മൾ നീലയായിട്ട് മാസ്റ്ററായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇതിപ്പോൾ ഇവിടെ ഓൾറെഡി ഈ റെഡിൽ നമ്മൾ നീല ടേപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഡി ബിയിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. ഫേസ് എന്ന് പറയുന്നത് 2.5 കൊടുത്തു, ന്യൂട്രൽ എന്ന് പറയുന്നത് 2.5 കൊടുത്തു, പിന്നെ 2.5 അതായത് 2.5 കൊടുത്തു. പിന്നെ റെഡ് എന്ന് പറയുന്നത് നമ്മൾ മാസ്റ്റർ കൊടുത്തു. റെഡ് 1.5 മാസ്റ്ററിൻ്റെ ടേപ്പ് അടിച്ചിട്ട് നീല ടേപ്പ് അടിച്ചിട്ട് കൊടുത്തു. ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ട് മഞ്ഞ കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ ലീഡുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ലീഡുകൾ ഓൾറെഡി വലിച്ചിട്ടില്ല. ലീഡുകൾ ഇനി ഇഷ്ടം പോലെ വരാൻ കിടക്കുന്നുണ്ട്. ലീഡുകളെല്ലാം വരാനുണ്ട്. പിന്നെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് കയറി പോകുന്ന വയറുകളുണ്ടെങ്കിൽ അതും ഫേസ് ന്യൂട്രലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മെയിൻ ബോക്സിലേക്ക് വരുന്ന വയറുകൾ ഏതൊക്കെയാണെന്നും ഇനിയിപ്പോൾ വയറ് കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് ടേപ്പ് അടിച്ച് എങ്ങനെ ക്ലിയർ കളർ കോഡിങ് ആക്കി എടുക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.